ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഒരു 2 ദിവസം കൊണ്ടൊരു ചെറിയ വീഡിയോ ചെയ്യാതിരിക്കുകയായിരുന്നു. എങ്കിലും നമുക്കിപ്പോൾ ഇന്നൊരു വീഡിയോയുടെ ഒരു ചെറിയൊരു ശകലം കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യണം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ ഇത്രയും നിരുത്തരവാദപരമായ വീക്ഷണങ്ങളും പ്രസംഗങ്ങളും രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ സാമാന്യം നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം ഉണ്ടെന്നുള്ള കാര്യം ഒന്നത് അവരറിയണം. പിന്നെ ഇവർ പറയുന്ന കാര്യം ഇവർക്ക് തന്നെ തിരിച്ച് കൊള്ളുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണിക്കാൻ. ഞാനിപ്പം ആദ്യം തന്നെ വീഡിയോ കാണിച്ചതിന് ശേഷം ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്നുള്ള അവരെ തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തിന് ദോഷകരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സ്വന്തം ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ള ധാരണ ഉണ്ടാകാത്ത ഭരണാധികാരികളെ നമുക്കിനിയും അടുത്ത കാലങ്ങളിൽ ഇനി ആവശ്യമുണ്ടോ എന്നിവിടെ നാം ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് രാജ്യദ്രോഹ കാര്യങ്ങളും വിളിച്ചു പറയുന്നതിന് അവർക്കൊരു യാതൊരു മടിയില്ലാത്ത ആൾക്കാരായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ മൊത്തം മാറുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അപ്പോൾ അത് ആ ഒരു വീഡിയോ നിങ്ങളെ ഞാനിപ്പം കാണിക്കാം. ममता बनर्जी ने हमारे देश की सीमाओं को बांग्लादेशियों के लिए खुला कर दिया. इनके आशीर्वाद से घुसपैठ हो रही है. मुझे बताओ मित्रों, घुसपैठ रोकनी चाहिए या नहीं रोकनी चाहिए? जोर से बोलो, रोकनी चाहिए या नहीं रोकनी चाहिए? प्रधानमंत्री जी, आप मुझे बताइए, सीमाएं आपके हाथ में है, कोस्टल सिक्योरिटी आपके हाथ में है, बीएसएफ सेना सब आपके हाथ में है, नेवी आपके हाथ में है. ये विदेश से घुसपैठ के कैसे घुस जाते हैं? आतंकवादी विदेशों से यहाँ कैसे घुस जाते हैं? आप जवाब दीजिए. व्यवस्था आपके पास है, उनके पास जवाब नहीं था. കണ്ടു കാണുമല്ലോ, 2025 അമിത്ഷാ പശ്ചിമ ബംഗാളിൽ ഒരു പ്രസംഗം നടത്തി. അതായത് ഈ രാജ്യത്തെ ബംഗ്ലാദേശുകാരെ മമതാ ബാനർജിയാണ് ഈ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്ന അവരുടെ അതിർത്തി സീമകൾ ലംഘനം നടത്തിക്കൊണ്ട് ഈ പറയുന്നത് ആരാണ്? രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? രാജ്യസുരക്ഷാ മന്ത്രി എന്നൊക്കെ പറഞ്ഞ പദവികളിൽ ഈ രാജ്യത്തെ, അതായത് ഇന്ത്യയെ നയിക്കുന്ന നേതാക്കന്മാരുടെ ഉദ്യോഗസ്ഥർ, അതായത് അതിർത്തി രേഖകൾ എങ്ങും മിലിറ്ററിയുടെ, അതായത് രാജ്യത്തിൻ്റെ സുരക്ഷാ സേനകളുടെ കൈകളിലാണല്ലോ ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ആരാണെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ജനങ്ങൾ ഇവർ പറയുന്നതെല്ലാം കേട്ട് അതിന് ഒപ്പം തുള്ളണം എന്ന് വിശ്വസിക്കുന്ന കുറേ വിദ്യാഭ്യാസമില്ലാത്ത, അതായത് ഇനിയും എടുത്തു തന്നെ പറയാം, നോർത്ത് ഇന്ത്യയിലെ കുറേ വിദ്യാഭ്യാസമില്ലാത്ത കുറേ കുഞ്ഞു തൊട്ട് വലുത് വരെയുള്ള ആൾക്കാരെ അവർക്ക് വിശ്വസിപ്പിക്കാൻ കഴിയും. നമ്മളെ പോണക്കുള്ള കേരളത്തിലെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയ്ക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. ഇവിടെ നേവൽ ബേസ് പോണക്കുള്ള, കൊച്ചിയിൽ നേവൽ ബേസ് പോണക്കുള്ളയൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. കേരള സർക്കാരിൻ്റെ അണ്ടറിലാണോ അവിടെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ നേവൽ ബേസിലൊക്കെ ഉള്ളത്? സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണോ അവിടെ നടക്കുന്നത്? അല്ല, നരേന്ദ്രമോദിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെയും ഒക്കെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ അതിന് ഉദാഹരണമാണല്ലോ നരേന്ദ്രമോദി 2013 ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ, അതായത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്നത്. ഇവിടുത്തെ സർക്കാരുകൾ എന്തിനാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നത് മമതാ ബാനർജി, അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് അതിർത്തി തുറന്നു കൊടുക്കുന്നത്. എന്ത് വിരോധാഭാസമായ സംസാരമാണ് ഇവരൊക്കെ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്തിരി ഭരണാധികാരികളെയാണോ നമുക്ക് ആവശ്യമെന്ന് നമ്മൾ വിശകലനം ചെയ്യണം. ഈ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും ഇവർക്ക് നോക്കാൻ ഇല്ലാത്ത, രാജ്യസ്നേഹമില്ലാത്ത
ഭരണാധികാരികളെ നാം എന്തിനാണ് നമ്മുടെ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇതുപോലൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസമില്ലാത്ത നോർത്ത് ഇന്ത്യൻസിൻ്റെ 1% പോലും വിദ്യാഭ്യാസമില്ലാത്ത 80% മേളിലുള്ള ആൾക്കാർ വിശ്വസിച്ച് പോകുന്നത് ഇതാണ്. മമതാ ബാനർജിയാണ് അവിടുത്തെ അതിർത്തി സീമാരേഖകളിൽ കൂടി ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ, അതായത് ബംഗ്ലാദേശികളെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിച്ച് അവർ ഇലക്ഷന് വോട്ട് വാങ്ങിക്കുന്നു എന്ന ഒരു ധ്വനി ഉണ്ടാക്കുന്നത്. താങ്കളെപ്പോണക്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിനാണ് ഈ രാജ്യത്തെ ഇന്ത്യ ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്നത് എന്തിനാണെന്നാണ് ഞങ്ങളെപ്പോണക്കുള്ളവർ ചോദിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം തരാമെന്ന് വരിയിൽ മമതാ ബാനർജിയെ നമുക്ക് കുറ്റം പറയാം. മമതാ ബാനർജി അല്ല ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെയും നയതന്ത്രത്തിലോ അതിർത്തി രേഖകളിലെ, അതായത് മിലിറ്ററിയുടെ അവകാശങ്ങളോ ഒന്നും മമതാ ബാനർജിക്കോ എന്തിനു പറയുന്നു കേരളത്തിൽ വരുന്ന, അതായത് ഈ മിലിറ്ററികളുടെ ഒന്നും അധികാര പരിധിയിൽ ഇവിടുത്തെ, അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം. ഈ ആഭ്യന്തരമന്ത്രിയെ പോണക്കുള്ള ഇതേപോണക്കുള്ള ആൾക്കാരൊക്കെ ഈ വിടുവായിത്തം എന്ന് നമ്മൾ പറയുമല്ലോ, വേണ്ടാധീനം, വിടുവായിത്തം എന്നല്ല പറയുന്നത്, വേണ്ടാധീനം വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ചിന്തിക്കണം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി 2013 ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ഒരു സംഭവമാണല്ലോ അതിൻ്റെ തൊട്ടടി വശത്തെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ എല്ലാ അതിർത്തി രേഖകളിൽ കൂടിയും വിദേശികൾ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ കയറിയപ്പോൾ അവിടുത്തെ അതാത് സംസ്ഥാന സർക്കാരുകളെ അല്ല അദ്ദേഹം കുറ്റം പറഞ്ഞത്, ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെയാണ്. അതേ അവസ്ഥയിലാണല്ലോ ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറ്റുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതായത് കേന്ദ്ര സർക്കാരുകൾക്ക് തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും അത് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മതവിദ്വേഷം പടർത്താനും ഈ രാജ്യത്തിനെ വെട്ടിക്കൊടുക്കാനുമാണോ നിങ്ങളിരിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഏത് രാജ്യത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കുകയായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരു പൗരൻ പോലും ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ നിങ്ങൾക്ക് അത്രയ്ക്ക് വ്യാകുലതയോ ആശങ്കയോ ഉണ്ടായിരുന്നുവെങ്കിൽ മമതാ ബാനർജിയെ പോണക്കുള്ള ഒരു നേതാവിന് ആ രാജ്യത്ത് കൂടി ഈ അതിർത്തിയിൽ കൂടി ഇവിടെ ബംഗ്ലാദേശികളെയോ മറ്റ് ബർമാക്കാരെയോ ഒക്കെ ഇങ്ങോട്ട്, ബംഗ്ലാദേശികളെയും അഫ്ഗാനിസ്ഥാനികളെയും ഒന്നും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ ധൈര്യമുണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഭരണം എന്താണെന്ന്, നിങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കണമെന്നും ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ജാതിമത വിദ്വേഷങ്ങൾ പുറപ്പെടുവിച്ച്, അതായത് ജനങ്ങളെ തമ്മിൽ തല്ലി രാഷ്ട്രീയത്തിൽ നിങ്ങൾ മതവിദ്വേഷം കലർത്തി നിങ്ങൾക്ക് രാജ്യം കുറച്ച് നാൾ കൂടി വിലസി നടക്കണമെന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഇന്ത്യ എന്ന രാജ്യം ഇതിന് മെച്ചപ്പെട്ട രീതിയിൽ, അതായത് രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഭരണാധികാരികൾ ഈ ഒരൊറ്റ പ്രസംഗത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ നാളെ ചെയ്യാം. അപ്പോൾ അതും ഈ രാജ്യസുരക്ഷയിൽ ബന്ധപ്പെട്ട, അത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത അധികാരിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ച് ഒരു ബ്രാഹ്മണ വൃദ്ധൻ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് നാളെ ഞാൻ ചെയ്യാം. ഇത് വലിയൊരു ലെങ്ത് വീഡിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും ചെറിയൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ചെറിയ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.